ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വാമലം മുരുകൻ ടെമ്പിളിൽ പോയിട്ട് നേരെ പോകുന്നത് കൊല്ലങ്കോടേക്കാണ് കേട്ടോ. കൊല്ലങ്കോട് പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ്. നമ്മൾ ഇവിടെ ഈ കണ്ടില്ലേ ഈ താറാവിൻ്റെ ഒക്കെ ഇതായിട്ട് ഇത് കണ്ടിട്ട് വണ്ടി നിർത്തിയിട്ട് നോക്കുകയായിരുന്നു നമ്മൾ. റോഡിൻ്റെ രണ്ട് സൈഡും പാടങ്ങളൊക്കെയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. എന്താ പറയുക, നമ്മളെ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ശരിയായ ഭംഗി കാണിക്ക് പാലക്കാട് വരണമെന്ന് പറഞ്ഞ പോലെ അടിപൊളിയായി ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. കൂടാതെ തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ അവിടെ. നമ്മൾ പോയത് പാലക്കാട് കൊല്ലങ്കോടുള്ള താമരപ്പാടത്താണ് കേട്ടോ പോയത്. ഇവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ട്, ഉള്ളിൽ കയറാൻ എൻട്രി ടിക്കറ്റ് ഉണ്ട്. നല്ല രസമാണ്, പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. 30 രൂപയാണ് എൻട്രി ടിക്കറ്റ്. നമ്മളിവിടുന്ന് കുറേ ഫോട്ടോസും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ എനിക്ക് പറയാമെന്ന് വെച്ചാൽ പാലക്കാട് കാണാൻ വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് കൊല്ലങ്കോട്. കൊല്ലങ്കോട് ഒരിക്കലും നമ്മൾ മിസ്സാക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു കണ്ണൂർക്കാരിയാണ്. അപ്പം ഞാൻ ഈ റീലൊക്കെ കാണുമ്പോൾ വിചാരിക്കാറുണ്ട് ഇവിടെ കൊല്ലങ്കോട് പോകണം. അപ്പം കൊല്ലങ്കോട് പോകാൻ പറ്റി നല്ല സ്ഥലമാണ്. കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. കൊല്ലങ്കോട് ഇതല്ലാണ്ട് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിവിടെ താമരപ്പാടത്ത് മാത്രമാണ് വന്നത്. ഇവിടെ വേറെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ പോയത് സിദ്ധാർകുണ്ട് വെള്ളച്ചാട്ടത്തിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വെള്ളച്ചാട്ടം കൂടി കാണാൻ പോകുന്നത്. ഇവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ എൻട്രി ടിക്കറ്റ് ഉണ്ട്. നമ്മൾ എൻട്രി ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ വെള്ളച്ചാട്ടം കാണാൻ പോയി. മഴക്കാലം അല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വെള്ളമൊന്നുമില്ല, ചെറിയ രീതിയിൽ വെള്ളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വെള്ളച്ചാട്ടം കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് എനിക്ക്. അപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയിട്ടില്ല. വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും, കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയിട്ടില്ല, ഡ്രസ്സൊന്നും നിർത്തില്ലല്ലോ. അപ്പം പാലക്കാട് വരുന്ന ആൾക്കാർ എന്തായാലും കാണേണ്ട ഒരു സ്ഥലം കേട്ടോ കൊല്ലങ്കോട് കണ്ടില്ലെങ്കിൽ നമുക്കത് ഒരു നഷ്ടം തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്.